ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ രണ്ടാമത്തെ പോഡ്കാസ്റ്റാണ്. നമ്മുടെ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വ്ളോഗ് ഇത് ഷൂട്ട് ചെയ്യണ ദിവസം വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ പോഡ്കാസ്റ്റിൽ കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കീപ്പപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക, സജസ്റ്റ് ചെയ്യുക. നമ്മളതുപോലെ അത് സെറ്റപ്പ് ആകാൻ നോക്കുന്നതായിരിക്കും. പിന്നെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു, കുഴപ്പമില്ല. എല്ലാവരും ആണാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ അവര് നല്ല അഭിപ്രായം കിട്ടിയ കുഴപ്പമില്ല, നല്ല സെറ്റപ്പിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് എഡ്വിൻ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് എബി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതിൽ ഒരു സെൻസിറ്റീവ് സാധനമാണ്. അതെ, സെൻസിറ്റീവ് ആണ്. പക്ഷെ കൂടുതൽ മിണ്ടാതിരുന്നാൽ അത് ഡേഞ്ചറസ് ആയിട്ട് മാറുന്ന ഒരു ടോപ്പിക്കാണ്. അത് ജെൻഡർ ഇക്വാലിറ്റി ആണ്. അത് നമ്മൾ ഇതിൽ മുന്നേയും പലരും കുറെ സംസാരിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മള് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ ഷെയർ ചെയ്യാം എന്ന് മാത്രം. ആരും ഭാഗമല്ല നിൽക്കുന്നത്, ഒരാളെ പറ്റി പറയാ അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി പറയാ. അതായത് ഒരു ജെൻഡറിനെ പൊക്കി താത്തി ആ സംഭവം നമ്മൾ രണ്ട് ജെൻഡർ ഉണ്ട്. ഒരു കോയിന്റെ തന്നെ രണ്ട് സൈഡാണ് അത്. അപ്പൊ അത് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാ. ഞങ്ങള് ഞങ്ങളുടേതായ അഭിപ്രായം മാത്രമാണ് പറയണേ. അപ്പോ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ജെൻഡർ മീൻസ് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം രണ്ട് ജെൻഡറാണ് ഉള്ളത്. ഒരു മെൻ ഒരു വുമൻ. അങ്ങനെ പറയുന്നേക്കാളും നല്ല ഒരു ഹ്യൂമൻ ആണുള്ളത്. ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നതും ജീവിച്ചുകൊണ്ട് വളരുന്നതും. ആ സൊസൈറ്റിയിൽ ഈ രണ്ട് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്, മറ്റൊരാൾക്ക് ജെൻഡർ ഇക്വാലിറ്റി ഇല്ല. അതായത് ഒരു സൈഡിലേക്ക് അത് പറയുമ്പോ ഒരു വുമൺ എംപവർമെന്റും മറ്റേ സൈഡിലേക്ക് വരുമ്പോ അത് മെന്നിനെ ഇഗ്നോർ ചെയ്യുന്ന പോലെ ആവരുത്. അങ്ങനെയാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കുള്ള ഒരു ഈക്വാലിറ്റിയുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഇപ്പൊ ഒരു കുറെ കാലം മുന്നത്തെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല, എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഇല്ല, പിന്നെ മാരേജ് കഴിഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യുക, ഡൊമസ്റ്റിക് അത് ഒരു നോർമലൈസ് ചെയ്യുന്ന പോലെ. ഡൊമസ്റ്റിക് വയലൻസ് ജീവിച്ചു വരുന്നു. ഒരു കുടുംബജീവിതം ആകുമ്പോ കൊറേയൊക്കെ നാളം കിട്ടും, അത് കൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങളായിരുന്നു. മാറി. അതെ, അതൊന്നും ഇപ്പൊ ഇല്ല. ആക്ച്വലി ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഇല്ലെന്നല്ല, കുറവാണ്, ഭയങ്കര കുറവാണ്. വുമൺ ആയാലും വുമൺസ് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി തുടങ്ങി, സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങി, ബിസിനസ്. അതാണ് ശരിക്കും ഒരു ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട്. അല്ലാതെ ഇതൊരു മറ്റേ ആണുങ്ങളുടെ മേത്ത് കയറാനായിട്ടുള്ള ഒരു ലൈസൻസ് പോലെ എടുക്കുന്ന കുറെ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. എല്ലാരും അല്ല, ചില ആൾക്കാർ അങ്ങനെ എടുക്കുന്നുണ്ട്. മീൻസ് എന്താ പറയാ, മെയിൽ എപ്പോഴും ഒരു ഡോമിനന്റ് ആയിട്ടിരിക്കുന്നു എന്നൊരു പേരുള്ളത് കൊണ്ട് അത് എപ്പോഴും അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. മെയിൽ എപ്പോഴും ഡോമിനന്റ് ആണല്ലോ, അപ്പൊ അങ്ങനെ ശരിയാവില്ലല്ലോ. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. അതില് രണ്ടുപേർക്കും അവരുടെ ഇപ്പൊ ഒരു എന്താ പറയാ ലൈഫിൽ പോകുമ്പോ ഒരു ഇങ്ങനത്തെ ഇപ്പൊ കരിയറിന്റെ കാര്യത്തിലാണെങ്കിൽ, എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണെന്നെങ്കിലും അതൊരു ഈക്വൽ സൈഡ് പോലെ പോവാ. അതായത് ഒരാള് ഡോമിനന്റും മറ്റേ ആള് സബ്മിസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് വിട്ടുപിടിച്ചിട്ട് രണ്ടുപേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കാനല്ലോ. പക്ഷെ എല്ലാ വർക്ക് എൻവയോൺമെന്റും അങ്ങനെ ആയിരിക്കണമല്ലോ. ഓരോ വർക്കിനും അവരുടെ അതിൻ്റെതായ ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ ആൾക്കാര് അവര് ആഫ്റ്റർ ഡെലിവറി ചെയ്യാന്ന് വെച്ചു. ഡെലിവറി കഴിക്കുമ്പോ ഒരു സ്ത്രീ അവര് ജോലി വിടുന്നു. അത് കഴിഞ്ഞ് അവര് കരിയർ ബ്രേക്ക് ഡൗൺ വരികയാണ്. കല്യാണം കഴിയുമ്പോൾ തന്നെ ഒരു കരിയർ ബ്രേക്ക് ഡൗൺ വരിക. കല്യാണം കഴിഞ്ഞുകൊണ്ട് മാത്രം തന്നെ ജോലി എന്നൊക്കെ റിസൈൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മള് നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അതായത് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ മെൻ ആർ വുമൺ ഇസ് ബോത്ത്. അവർ രണ്ട് സൈഡും ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന രണ്ടുപേരുണ്ട്. ഇപ്പോൾ ഒരു വുമൺ മാത്രമല്ല ഒരു കുട്ടീനെ വളർത്തേണ്ടതും അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതും ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന വുമൺ മാത്രമല്ല, മെന്നും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ചില ഫാമിലിയിൽ വുമൺസ് ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. അവർ ഒരു ഹസ്ബൻഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ ഫാമിലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും. അത് അവിടുന്ന് വിട്ടിട്ട് ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണ് ശരിക്കും ഒരു ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് നമ്മൾ യൂസ് ചെയ്യണേ. അതൊരു എന്റൈറ്റിൽമെന്റ് അല്ല, അതൊരു ബേസിക് ഡിഗ്നിറ്റി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്. അത് ഒരു ബാലൻസ് ആയിട്ട് പോവും. ഒരു വുമണും മെന്നും അത് ബാലൻസ് ചെയ്ത് പോകും. അതൊരു എന്റൈറ്റിൽമെന്റ് ആയി അല്ലെങ്കിൽ അതൊരു പവർ പോലെ കണ്ട്
വെറുതെ ആരെയാ വരുന്ന അവരുടെ മേത്തൊക്കെ കുതിര കയറാന്നുള്ളൊരു ലൈസൻസ് എടുക്കാതിരിക്കുന്നിടത്തോളം അത് നല്ലൊരു ഇതാണ്. എന്താ പറയാ, ഒരു മാച്ചിങ് ആയിട്ട് പോകും. ഇത് മാച്ചിങ് ആവാതെ വരുന്ന ഈ പറഞ്ഞ പോലെയാണ്, ഓ നീ സമ്പാദിക്കുന്നുണ്ട് ഞാൻ സമ്പാദിക്കുന്നില്ല, അതിന്റെ ഒരു ഇതാണ്. ഇപ്പൊ എല്ലാവരും വർക്കഹോളിക്കാണ്. ഇപ്പോൾ ഒരു മെന്നായാലും രാവിലെ ഒരു മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യുന്നു, വുമൺ ആയാലും അവർ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, പണിക്ക് പോകുന്നതാണെങ്കിൽ പണിക്ക് പോകുന്നുണ്ട്. അവർ വന്നു കഴിയുമ്പോൾ ദേ ആർ സ്ട്രെസ്ഡ്. അപ്പോൾ അവര് ആർഗ്യുമെന്റ്സ് വരും, ആ ആർഗ്യുമെന്റ്സിന്റെ ഇടയിൽ ഈ ഡെവലപ്പ് ആവും, ഓ നീ അങ്ങനെ പറഞ്ഞില്ല നീ ഇങ്ങനെ പറഞ്ഞില്ല, ആ ഡെവലപ്മെന്റ്സ് വരും. അത് വിട്ടുപിടിച്ച് സംസാരിക്കാൻ റെഡി ആവുകയാണെങ്കിൽ പല ഇഷ്യൂസും തീരും. അതെ, അല്ല ഈ മെയിൻലി ഈക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം ഈക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, സേഫ്റ്റി, അത് ചോയ്സസ്, ഇതിലൊക്കെ ഒരു ഈക്വാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. ഇപ്പൊ ആ ഈക്വാലിറ്റി ഇപ്പൊ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഇപ്പൊ കൊറേയൊക്കെ എല്ലായിടത്തും എല്ലാരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. മറ്റേത് എപ്പോഴും ഒരു മെയിൽ ഡൊമിനൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്ന് പറയുമ്പോ രണ്ടുപേരും അവരുടെ ചോയ്സ്, ഒരു ഇപ്പൊ ഫാമിലി ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും സംസാരിച്ച് അവരുടെ ചോയ്സസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചു കാലം ബാക്കിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. അതായത് ആ വീട്ടിലത്തെ മെയിൽ എന്താണോ പറയുന്നത് അതുപോലെയാണ് കാര്യങ്ങൾ, അതനുസരിച്ചിട്ട് ഇവിടെയുള്ള സ്ത്രീകൾ മുന്നോട്ട് പോകാന്നല്ലാതെ അവർക്ക് വേറെ ചോയ്സസോ കാര്യങ്ങളൊന്നുമില്ല. അവിടെയൊക്കെയാണ് ശരിക്കും ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു ആവശ്യം വരുന്നത്. ഈ പറഞ്ഞ ഒരു വുമൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെൻ ആയിക്കോട്ടെ, അവരുടെ ഇമോഷൻസ് രണ്ടും രണ്ട് രീതിയിലാണ്, രണ്ടും ഡിഫറെന്റ് ആണ്. മെന്നെപ്പോഴും ഈ വുമൺ എപ്പോഴും സാക്രിഫൈസ് തയ്യാറായിരിക്കും, ചില കാര്യങ്ങൾക്ക് സാക്രിഫൈസ് തയ്യാറായിരിക്കുന്നതിനെ ഉപരി അത് അങ്ങനെയാണ് സൊസൈറ്റി അത് മോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് പെണ്ണുങ്ങൾ എപ്പോഴും സഹിക്കണം, അല്ലെങ്കിൽ അവര് എന്ത് വന്നാലും അത് സഹിക്കുക, ക്ഷമിക്കുക. ആണുങ്ങളിപ്പോ ഭർത്താക്കന്മാര് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ഭർത്താക്കന്മാരല്ല, അല്ലെങ്കിൽ അങ്ങനെ സഹിക്കണ്ട ക്ഷമിക്കണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. രണ്ടുപേർക്കും ഒരേ റോൾ തന്നെയാ വരുന്നത്. അതായത് ഇത് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് ഇപ്പൊ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിലും വൈഫിനെ സഹിച്ച് ക്ഷമിച്ച് കഴിയേണ്ട ഒരു ആവശ്യകതയൊന്നും വരുന്നില്ല. രണ്ടുപേരും ഈക്വൽ ആയിട്ട് പോവുക, അതിന്റെ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുക, അല്ലാതെ ഒരു ഡൊമിനൻസ് അല്ലെങ്കിൽ ഒരു പവർ അതിലേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യകത ഇല്ല. ഈ പറഞ്ഞ ഡൊമിനൻസ് കൊണ്ടുവരുന്നതല്ല, ചില സമയങ്ങളിൽ ഇത് വന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇവര് ഈ ഈഗോ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇവര് പറയുന്ന പോലെ ഇത് കാരണം വന്നു പോകുന്ന ചില ഇഷ്യൂസ് ആയിരിക്കും. എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ തമ്മിൽ ചില ആർഗ്യുമെന്റ്സ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കൂടെ ഡെവലപ്പ് ആവുന്ന ഇഷ്യൂസ് ഇത് സ്പ്രെഡ് ആവുന്ന പോലെയാവും. നിനക്ക് അങ്ങനെയാണ്, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഇല്ല, ആ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ പണ്ടത്തെ പാരന്റ്സ് എല്ലാം അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതും, നിന്നെ കെട്ടിച്ചു വിടാനുള്ളതല്ലേ, അങ്ങനെ സംഭവം ഉണ്ട്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല. കാരണം യോജിക്കുന്ന ആളല്ല എന്ന് പറയാൻ കാരണം രണ്ടുപേർക്കും ഒരേപോലത്തെ അവകാശമാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന സംഭവത്ത് ആണായാലും പെണ്ണായാലും എല്ലാം ഒരു നിയമമാണുള്ളത്. ആണിനും പെണ്ണിനും സെയിം നിയമം വേണ്ടത്. ഇപ്പോൾ ഒരു ആണിന് കിട്ടുന്നത് എന്താണോ അതിനാണ് പെണ്ണിനും കിട്ടേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആണിപ്പോൾ രാവിലെ മോർണിംഗ് 6 മണി തൊട്ട് രാത്രി വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്തു. ലേഡീസ് വൈകുന്നേരം 6 മണി തൊട്ട് മോർണിംഗ് 6 മണി വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ വീട്ടിലത്തെ പണിയും കൂടെ ലേഡീസ് മാത്രം ചെയ്യണം. അവിടെ ആണുങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്, ആണുങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്യാനുള്ള ഒറ്റയ്ക്ക് ഒരാൾ എടുക്കണം എന്നല്ല പറയുന്നത്, രണ്ടുപേരും ഷെയർ ചെയ്യുക, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്താലും മതി. രണ്ടുപേരും ഇപ്പൊ വർക്ക്സ് വീട്ടിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു 50-50 പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുക. അത് ആ ഒരു ഇതിലൂടെ അവർക്ക് ഈ പാർട്ട്നേഴ്സ് തമ്മിലും ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും. ഈ പറഞ്ഞാല് നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്ത് ചെയ്യുകയാണ്. ഇപ്പൊ അവർക്കൊരു പ്ലാനിങ് ആയിരിക്കും. ഇപ്പൊ നമ്മള് കണ്ടുവരുന്ന നമ്മുടെ ഫാമിലീസിൽ അതൊരു പ്ലാനിങ് ആണ്. ഓക്കെ, നമ്മൾ ഒരാളെങ്കിൽ മറ്റാൾ ചെയ്യും, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ചെയ്യും അവര്. ഇപ്പൊ നമ്മളായാലും ഇവിടെ ആരും നമ്മൾ ചെയ്യും. കാരണം നമ്മള് അത് ക്രിയേറ്റ് ആയി വരുന്ന ഫാമിലി തന്നെ ക്രിയേറ്റ് ആയി വരുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലും കുഞ്ഞു മക്കളുണ്ട്, അല്ലെങ്കിൽ ഓരോ വീട്ടിലും കുഞ്ഞു മക്കളുണ്ട്, അവര് അടുത്തൊരു തലമുറയായിട്ടാണ് വരുന്നത്. അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇത് പെണ്ണിന് മാത്രം ചെയ്യാനുള്ള പണിയല്ല. അതെ, ഇപ്പൊ ആൺകുട്ടികളാണെങ്കിലും ഇപ്പൊ ഒരു ആൺകുട്ടികളാണെങ്കിലും വളർത്തുമ്പോ അവരേനെയും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യിപ്പിക്കണം. ഇപ്പോഴും ചില വീടുകളില് ഇപ്പൊ മൂത്ത ആളൊരു ആൺകുട്ടിയാണ്, രണ്ടാമത്തെ ആള് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് അവനൊന്നും അറിയത്തുണ്ടാവത്തില്ല, ഒരു പണിയും ചെയ്യിപ്പിക്കണുണ്ടാവില്ല, ഒന്നും അറിയത്തുണ്ടാവത്തില്ല. നേരെ മറിച്ച് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഉള്ള പണി മൊത്തം എടുപ്പിച്ച് എല്ലാം എടുപ്പിക്കുന്നതെന്നല്ല പറയുന്നത്, അതിനെ എല്ലാം ചെയ്യിപ്പിച്ച് ആ കൊച്ചിനെ മാത്രം ഇങ്ങനെ എല്ലാ വർക്കും ചെയ്യിപ്പിക്കാൻ മാറ്റും. അവിടെ സുഖമായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അവർ രണ്ടുപേർക്കും ഈക്വലി വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. വർക്ക്ഷോപ്പാണ് ഈ പറഞ്ഞ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഒരു
പൈസ ഉണ്ടാക്കാന്ന് മാത്രമല്ല സെൽഫായിട്ട് ജീവിക്കാൻ പഠിക്കണം, സ്വന്തം ചോയ്സസ് എടുക്കാൻ പറ്റണം, അതൊരു ഇൻഡിപെൻഡന്റ് സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പഠിക്കണം. ഇതൊക്കെയാണ് സെൽഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഒരു ആണിനായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനും അറിയുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റൊരാളുടെ സജഷൻ കേട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടോ ചോദിക്കേണ്ട ഒരു കാര്യമല്ല. അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതാണ് സെൽഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുക്ക് ചെയ്യാൻ അറിയുന്നത് ബേസിക് നീഡ്സ് ഇതൊക്കെ. ഒരു കുക്ക് ചെയ്യാൻ അറിയുന്നത്, അതൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു കുക്ക് ചെയ്യാൻ അറിയുന്നത് അത് രണ്ടുപേരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. എത്രയോ പേര് ഇപ്പൊ എനിക്കൊന്നും ഇപ്പോഴത്തെ കുറെ ആമ്പിള്ളേർ നല്ലോണം കുക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെക്കാളും നല്ലോണം കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ വർക്ക് ഹോളിക് ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും. പക്ഷെ ഇപ്പോഴത്തെ ഈ സൊസൈറ്റി പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ മെന്നെ എപ്പോഴും ഒരു ഇഗ്നോർ വേഴ്സസ് അങ്ങനെയാന്ന് തോന്നുന്നു. അതായത് ഈ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ട് ഇപ്പൊ എല്ലാരും പറയുന്ന മീൻസ് എല്ലാരും പുഷ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലേഡീസിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും, എന്നാൽ നേരെ മറിച്ച് ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ആണുങ്ങൾ തന്നെ തഴയുകയും ചെയ്യും. അതിന്റെ ആവശ്യമില്ല. കാരണം തഴയുക മീൻസ് ഈ എന്താ പറയാ, ഇപ്പൊ ഈ ലേഡീസിനെ സൊസൈറ്റി ഭയങ്കര കാര്യമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇത് ബൂസ്റ്റ് ചെയ്ത് നിൽക്കണം. അതായത് ഇവര് ഈ ആൾക്കാർ തന്നെ എന്ത് ചെയ്യും, അവൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ അവളുടെ എന്താ പറയാ ഭയങ്കര അഹങ്കാരിയാണ്. ഇപ്പൊ സ്വന്തമായിട്ട് ചോയ്സസ് എടുത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കണ ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ ഒരു സൊസൈറ്റി അങ്ങനെ തന്നെയാണ് ജഡ്ജ് ചെയ്യുക കൂടുതലും. മെജോറിറ്റി ഓഫ് ദ ടൈമും അവൾ ഭയങ്കര അഹങ്കാരിയാണ്, അവൾ ഭയങ്കര ധിക്കാരിയാണ്, അവൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അങ്ങനെ ഇങ്ങനെ. പക്ഷെ അത് ഒരാണ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനാണായി ആണത്തം കാണിച്ച് അത് കാണിച്ച് അവനാണല്ലേ, അവനിപ്പോ എന്തു ആവാം നല്ല സംഭവമാണ്. പക്ഷെ അങ്ങനെയല്ലേ ഇപ്പൊ ചില സമയങ്ങളില് ഈ എന്താ പറയാ ഇപ്പൊ നമ്മളും വൈകുന്നേരം ലേറ്റ് ആക്കി നമ്മളെ വിളിക്കും, അതുപോലെ തന്നെ പെണ്ണുങ്ങളും വിളിക്കുന്നുണ്ട്. അവർക്ക് മാത്രല്ല, വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ വീട്ടിൽ കയറുന്ന നമ്മളോടും പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ചും കൂടെ ഒരു സേഫ്റ്റി കൺസേണും കൂടി ഉണ്ട്. നമുക്കിപ്പോ അവർക്ക് ഫ്രീഡം കൊടുക്കണില്ല ആ ഒരു സംഭവം, സേഫ്റ്റി കൺസേണും കൂടി ഉണ്ട്. ഇന്നത്തെ സേഫ്റ്റി രണ്ടുപേർക്കും വേണം. ഇപ്പോഴത്തെ കാലത്ത് രണ്ടുപേർക്കും സെയിം സേഫ്റ്റി കൺസേൺ വേണം. കാരണം ഇപ്പോഴത്തെ കാലം മാറി തുടങ്ങി. കാലത്തിനനുസരിച്ച് ആമ്പിളാരെ മൊത്തം അഴിച്ചു പറയുന്നത്. ഒരു വീട്ടിലും ഒരു പിള്ളേരെയും ആരും അഴിച്ചു വിടുന്നില്ല. അവരവരുടേതായ ഇഷ്ടത്തിന് ജീവിച്ചു വരുന്നു. പക്ഷെ പേരൻസിന് ഉറപ്പുണ്ടായിരിക്കും, ഓക്കെ ഇവൻ പോയ കുഴപ്പമില്ല, ഇവൻ പോയ വിട്ടില്ല എന്ന് പറയുന്നവർക്ക് അവർ വിടുന്നോണ്ട് അവർക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം സാഹചര്യം കേൾക്കുന്ന ന്യൂസസ് എത്രയൊക്കെ ന്യൂസസ് നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. അവിടെ നടന്നു, ഇവിടെ ഇത് നടന്നു, അവിടെ അങ്ങനെയൊക്കെയായി, ഇവിടെ അതും പണ്ടൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്ന ഒരു 30+ അല്ലെങ്കിൽ 40+ ആൾക്കാരുടെ ആ ഏരിയസ് കേൾക്കാറില്ല. പക്ഷെ ഇപ്പൊ ഒക്കെ വരുന്നത് അണ്ടർ 18 ആണ്. അബ്യൂസ് കേസസ് ഒക്കെ വരുന്നത്, അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരും അണ്ടർ 20, ചെയ്യപ്പെടുന്നതും ചെയ്യുന്ന ആൾക്കാരൊക്കെ അണ്ടർ 20s വരുന്നത്. കാരണം കാലം മാറി തുടങ്ങി, അതിനനുസരിച്ച് വളരുന്നില്ല എന്നുള്ള അർത്ഥം. കാലം മാറുന്നുണ്ട്, അതിനനുസരിച്ച് എഡ്യൂക്കേറ്റഡ് ആവുന്നില്ല, എഡ്യൂക്കേഷൻ വൈസ് ഒന്നും ഡെവലപ്പ് ആവുന്നില്ല. ഇതിന്റെ മെയിൻ സൈഡ് എഫക്ട്സ് അതൊക്കെയാണ്. ഇപ്പൊ എല്ലാരും ജെൻഡർ ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് മാത്രം ഒന്നും കിട്ടത്തില്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ് നാട്ടിലേക്ക് എല്ലാവർക്കും അത് എത്തുന്നത്. നമ്മൾ എന്തൊരു കാര്യം നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് വരും. ഓട്ടോമാറ്റിക് അത് സ്പ്രെഡ് ആവും. ഈ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി എന്ത് പഠിക്കുന്നു അതാണ് സൊസൈറ്റി പോയി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പഠിക്കുന്നതാണ് സ്കൂളിൽ പോയി ചെയ്യുന്നത്, സ്കൂളിൽ പഠിക്കുന്നതാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. ഇത് വലുതായി വരുമ്പോൾ ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും, സൊസൈറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ആ മാറുന്നതനുസരിച്ച് നമ്മള് കുറച്ചും കൂടെ നമ്മുടെ സൊസൈറ്റിനെ കാര്യങ്ങളും ബെറ്റർ ആക്കത്തുള്ളൂ. ഇപ്പൊ ഒരു വീട്ടിൽ നല്ല രീതിക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. ഒരു ചേച്ചിനായിട്ട് ചേച്ചിന്ന് വിളിക്കാനെന്ന് ചേട്ടനായിട്ട് ചേട്ടൻ വിളിക്കാനും പഠിപ്പിച്ചു കൊടുക്കണേ അവൻ അങ്ങനെ പെരുമാറുള്ളൂ. അല്ല അവനെ കാണുമ്പോ അവളെന്ന് വിളിക്കണം അല്ലെങ്കിൽ ഇവിടെ എടീന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവനങ്ങനെ പെരുമാറത്തുള്ളൂ. എന്ന് വെച്ചാൽ വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. ആ പഠിപ്പിച്ച് വിടുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ കുറെ മുന്നേ ഉണ്ടായി, 16 വയസ്സുള്ള പയ്യൻ 16 വയസ്സ് സംശയരോഗം കൊണ്ട് കൊന്നു. അതിപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ന്യൂസിലിപ്പോ ഭയങ്കര ആയിട്ട് കാണുന്ന ഒരു സംഭവം. ഇത് ഏജും എന്താ പറയാ പറയാൻ പറ്റുള്ളൂ. അല്ല അവിടെയും കൊണ്ടുവന്ന് വെക്കാം, ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് വെക്കാന്ന് മാത്രം. ഇത് വായി തോന്നിയത് എന്ത് വേണമെങ്കിലും എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിൽ അതല്ല ഇക്വാലിറ്റി കൊണ്ട് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമുള്ളത് ചെയ്യാൻ ചോയ്സസ് വേണം എന്ന് വിചാരിച്ചിട്ട് മൊത്തം ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം കാട്ടിക്കൂട്ടാന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് മാറണം. പിന്നെ എനിക്ക് തോന്നുന്നു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്.
ഈ പറഞ്ഞ സ്ക്രീൻ ടൈമിങ് ഇപ്പൊ ഭയങ്കര എല്ലാവർക്കും കൂടുതലുള്ള സാധനം. എനിക്കും ഉണ്ട്, അന്ന് എന്റെ ചുറ്റുപാടിന് ആൾക്കാർക്ക് ഉള്ള സ്ക്രീൻ ടൈമിങ് കൂടുന്നവരും നമ്മൾ ഇത് കേൾക്കുന്നതും കാണുന്നതും അല്ല പുറത്തു പോയി ഇവന്മാര് ചെയ്യുന്നത്. ഇത് കണ്ട് അല്ലെങ്കിൽ ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാര്. എന്നത് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ യൂഷ്വലി ഒരു നടന്ന കാരണം ബസ്സിൽ മറ്റേ വീഡിയോ ട്രെൻഡ് പോലെയായത് അത് അപ്പൊ അവിടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിലിപ്പോ ഇതായിട്ട് എക്സാമ്പിൾ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോ ആ കുട്ടീനെ ഇയാൾ എന്തെങ്കിലും അബ്യൂസ് ചെയ്ത പോലെ ചെയ്താൽ ഒന്നും കാണാനൊന്നുമില്ല. വീഡിയോസ് ആ കുട്ടി എടുത്ത വീഡിയോയിൽ തന്നെ ഒന്നും കാണാനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വെറുതെ അങ്ങോട്ട് പടച്ചു വിടുകയാണ്. ഒരു സർട്ടൻ എമൗണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് പോലെ കാണാം, അല്ലെങ്കിൽ കുറച്ച് ഒന്ന് ഫേമസ് ആവാന്നുള്ളൊരു സെറ്റപ്പിൽ അങ്ങനെ അതും ഈ ഇതുപോലെ എന്താ പറയുക, ഈ ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് പുഷ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന പോലെയാണത്. ഇത് ഇപ്പൊ ഈ പുള്ളിക്കാരി വെറുതെ ചെയ്തു. നാളെ ശരിക്കും ഒരു സ്ത്രീയുടെ നേരെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വിശ്വസിക്കില്ല, ചിലപ്പോ വിശ്വസിച്ചോളണമെന്നില്ല. ഇതുപോലത്തെ എന്തെങ്കിലും കേസാന്ന് വിചാരിച്ചാൽ ചിലപ്പോ ആൾക്ക് ശരിക്കും ചിലപ്പോ ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിനെ പറ്റി പറയുമ്പോ അത് എല്ലാരും മുന്നത്തെ ഈ ഒരു സംഭവമായിട്ട് കമ്പയർ ചെയ്യും. ഈ പറഞ്ഞ ബസ്സിൽ നിന്നല്ല, ഈ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ അബ്യൂസസ് ഉണ്ടാവുന്നത്, ആണുങ്ങൾക്ക് അതേപോലെ അബ്യൂസും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ബസ്സിലാണ് ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്ക് അബ്യൂസ് ഉണ്ടാവുന്നത്. അത് തുറന്ന് പറയുന്നില്ല എന്നുള്ളൂ. അതായത് മറ്റേ വിളിച്ചെന്ന് പറയാ, ഇവര് കാണിക്കുന്ന വീഡിയോ എടുത്ത് കാണിക്കാനോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ പബ്ലിക്കിൽ പോയി നോക്കാൻ, കാരണം അതിനുള്ള ധൈര്യം ആമ്പിളർക്കില്ല. എന്റെ ഒരു വിധത്തിൽ എല്ലാവരും പ്രതികരിക്കണം. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം സംഭരിച്ചു ഒന്നും വരാനില്ല. നല്ല ഇടി കൊടുത്താൽ തീരാത്ത ഈ അബ്യൂസ് ഈ പറഞ്ഞ വീഡിയോ എടുത്ത് വൈറലാക്കണേക്കാൾ നല്ലത് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കത് പ്രതികരിച്ച് തീർക്കാന്നേ ഉള്ളൂ. ഇപ്പൊ ബസ്സിലുണ്ടാവുന്ന അതിൽ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഈക്വലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അബ്യൂസസ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു റെസ്പെക്ട് കിട്ടുന്നതും ഒക്കെ ഈക്വലാണ്. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു മെന്നിന് കിട്ടുന്ന സെയിം റെസ്പെക്റ്റ് ആണ് ഒരു വുമണിന് കിട്ടുന്നത്. ആ വുമണിന് കിട്ടുന്നതാണ് മെന്നിന് കിട്ടുന്നത്. അതില് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ ഇപ്പൊ വുമണിന് മാത്രാണ് ഒരു ഇത് പറയുമ്പോഴാണ് മെന്ന് ഫുള്ള് ഇഗ്നോർ ആയി പോകുന്നത്. ഇഗ്നോർ ആയി പറയുമ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ കരയാൻ പാടില്ല, എന്ത് വന്നാലും സഹിക്കണം, സഫർ ചെയ്യണം ഇതൊക്കെ, അല്ലെങ്കിൽ നീ ഒരു ആണാണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതും അത് ഇഗ്നോറൻസ് ആണ് കൂടുതൽ. ഒരു ലേഡി ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ 100 പേരുണ്ടാവും. അതേ സെയിം ഇഷ്യൂ തന്നെ ഒരു ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ നിനക്ക് കഴിവില്ലായ്മ അല്ലെങ്കിൽ നിന്റെ പ്രശ്നം, ആ ഒരു മെന്റാലിറ്റി ഇഗ്നോർ ആക്കി വിടും. അത് ഭയങ്കര എന്താ പറയാ, നമ്മളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു വുമൺ ഉണ്ടാകുന്ന സെയിം പ്രശ്നം തന്നെയാണ് മെന്നിന് കരയാൻ പാടില്ല, ചിരിക്കണം, അല്ലെങ്കിൽ ബോൾഡായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാം സഹിക്കണം, സ്ട്രഗിൾ ചെയ്യണം. അതാണ് ഒരു മെന്നെന്ന് പറഞ്ഞാൽ. അല്ല, ഈ സെയിം വുമണിനുണ്ടാകുന്ന സെയിം ഫീലിങ്സ് തന്നെ മെന്നിനും ഉണ്ട്. ആണുങ്ങളുടെ പ്രോബ്ലംസ് കൂടുതൽ എല്ലാരും ചിരിച്ചു തള്ളാന്നല്ലാതെ അതിലേക്ക് ഒരു ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അത് ശരിക്കും കൺസിഡർ ചെയ്യാന്നുള്ള സംഭവമില്ല. ഇരുന്ന് സംസാരിച്ച ആണുങ്ങളുടെ പ്രോബ്ലംസ് ഇതിനേക്കാളും വലുതായിരിക്കും. അതെ, ആണുങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടെ ഫൈനാൻഷ്യൽ പ്രഷറും കാര്യങ്ങളും ആണുങ്ങൾക്ക് കൂടുതലായിരിക്കും. അതായത് ഒരു 23 വയസ്സില് ഒരു ഏജ് കഴിയുമ്പോ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. അതായത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി, പിന്നെ എത്ര ശമ്പളം വേണം, അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വീട് വേണം, അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഒരു അല്ലെങ്കിൽ 27-28 വയസ്സാകുമ്പോഴേക്കും സ്വന്തമായിട്ടൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു വീട്, കാറ്, കാര്യങ്ങൾ വെൽ സെറ്റിൽഡ് ആയിരിക്കണം. ആ ഒരു പ്രഷർ ചുമത്താ പറഞ്ഞാൽ ചെറിയൊരു പ്രഷറായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഒരാളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ സംഭവം തന്നെയാണ് അതും. അടിച്ചേൽപ്പിക്കാന്നല്ല, ഇപ്പോ നമ്മള് ശരിക്കും പറഞ്ഞ ഈ എന്താ പറയാ മെന്റലി ഡൗൺ ആക്കുന്ന അല്ലെങ്കിൽ മെന്റലി നമ്മൾ സ്ട്രെങ്ത് ആക്കുന്ന കാര്യങ്ങളാണ് വേണം ചെയ്യാൻ. ഇപ്പൊ ഒരു ആണിന് ഉണ്ടാവുന്ന വിഷയങ്ങൾ സംസാരിക്കാൻ ആൾക്കാർ വേണം. ഇപ്പൊ ഈ അടുത്തൊക്കെ ഈ ദീപകിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ മറ്റേ ഷിഞ്ചിതയുടെ ഇഷ്യൂന്റെ ഒക്കെ സമയത്ത് ഇപ്പൊ ആണുങ്ങൾക്ക് വേണ്ടിട്ട് പുതിയ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വരൊക്കെ കമ്മിറ്റി. ശരിക്കും അതും വേണം. അതും ആവശ്യം. അവിടേക്കാണ് ശരിക്കും അത് ഇഗ്നോറൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോ റിയൽ ഡെഫിനിഷൻ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ രണ്ടുപേരും സെയിം ലിസണിങ്, സെയിം എംപതി, അതുപോലെ സെയിം ഈക്വാലിറ്റി അല്ല റൈറ്റ്സ്, കാര്യങ്ങളൊക്കെ സെയിം ഈക്വൽ ആയിരിക്കണം. ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മെന്നിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വുമണിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് അത് മെൻ വേഴ്സസ് വുമൺ എന്നൊരു ഇത് മാറ്റിയിട്ട് ഹ്യൂമൻ വേഴ്സസ് ഒരു അൺഫെയർ സിസ്റ്റംസ് എന്നുള്ളൊരു അങ്ങനെ ആക്കണം. ആ ഒരു ഇതിലേക്ക് വരുമ്പോ തന്നെ കുറെയൊക്കെ കാര്യങ്ങള്
ബെറ്റർ ആയിരിക്കും, കാര്യങ്ങൾ ബെറ്റർ ആവും. ഹ്യൂമൻ വേഴ്സസ് മറ്റേ അൺഫെയർ സിസ്റ്റം അല്ലെങ്കിൽ അതാവുമ്പോ രണ്ട് ഇപ്പൊ ഉള്ള ജെൻഡേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് ആ അൺഫെയർ ആയിട്ടുള്ള സിസ്റ്റത്തിന് നമുക്ക് നിൽക്കാൻ പറ്റും. ഇതിപ്പം മെജോറിറ്റി മെൻ വേഴ്സസ് വുമൺ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ഇഷ്യൂസ് വരുന്നത്. ലീഗലി വരുമ്പോൾ അതാണ് ഇഷ്യൂ. ലീഗലി വരുമ്പോൾ വുമൺസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാരും ഉണ്ട്. അതെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് കേസ് വരികയാണെങ്കിൽ, ഒരു ഡിവോഴ്സ് കേസ് വരുമ്പോ ഈ സ്ത്രീ പറയുന്നതിനാണ് വാല്യൂ ഉള്ളൂ, വാല്യൂ കൂടുതൽ എന്നല്ല, വാല്യൂ ഉള്ളൂ. അതായത് ആ സ്ത്രീയാണ് എന്താണോ പറയുന്നത് അതാണ്. അതിലൊരു ഫാക്ച്വൽ ചെക്ക് ഒന്നുമില്ല. ചിലപ്പോ അബ്യൂസ് ചെയ്യപ്പെട്ട സ്ത്രീകള് ഡിവോഴ്സിന് അതല്ല ഞാൻ പറയുന്നത്. അതായത് ഫോൾസ് അക്യൂസേഷൻസ്, അതായത് ഈ മാരേജിന്റെ കാര്യത്തിൽ തന്നെ വെറുതെ പോയിരുന്ന് പറയണവരുണ്ട്, അവനെ തല്ലി പിച്ചി മന്തി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ ആണിന് വേറെ എക്സ്റ്റേണൽ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഉള്ളവരുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി. ഉള്ളവരുണ്ട്, ഇല്ലാത്തതും വെറുതെ അങ്ങനെ അക്യൂസ് ചെയ്യാം. വക്കീലന്മാരാണെങ്കിലും പറയുമ്പോൾ അവന്റെ പേരിൽ പറഞ്ഞു, അല്ലെങ്കിൽ സ്വർണം മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ അതിലൊരു ഫാക്ച്വൽ ചെക്ക് ഒന്നുമില്ല. പിന്നെ അത് വെച്ചിട്ട് അങ്ങോട്ട് ജഡ്ജ്മെന്റിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അത് പിന്നെ എവിടെ എത്തണില്ല, അങ്ങനെ നിൽക്കുക അത്. അപ്പൊ ആ കാര്യങ്ങളെ ഒക്കെ എല്ലാത്തിനും ഈ ഒരു ഈക്വാലിറ്റി വരണം. ഇപ്പൊ കല്യാണം നേരത്തെ പറഞ്ഞ പോലെ ഡിവോഴ്സ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ ജീവനാംശം മേടിക്കുക എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് സുപ്രീം കോടതി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് ഇങ്ങനെ മേടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനി അത് എന്താ പറയാ സ്റ്റാർട്ട് ആവുമോ അല്ലെങ്കിൽ എന്നോട്ട് തുടങ്ങുക അതിനെ പറ്റി നമുക്കറിയില്ല. സുപ്രീം കോടതി അങ്ങനെ എന്തോ ഒരു റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വായിച്ചിരുന്നു. അപ്പോൾ മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു മെൻ വേഴ്സസ് വുമൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരാതെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഓരോ ഈക്വൽ റൈറ്റ്സ്, എല്ലാം ഈക്വൽ. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ മെന്റൽ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ഈക്വൽ ആയിട്ട് ഉള്ള കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ട് ഒരു ഉദ്ദേശം വരുന്നത്. പക്ഷെ ഇപ്പൊ പലരും ഇപ്പോ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന അവര് ശരിക്ക് ഈ വുമൺ എംപവർമെന്റ് അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി വെച്ചിട്ട് തലയിൽ കയറി താണ്ടവാട് എന്ന് പറയും. തലയിൽ കയറി താണ്ടവാട് എന്നല്ല, ഈ ലോസിനെ അവര് മറച്ചിടുക ചെയ്യുന്നേ. അതെ, ലോയൊന്നും ഒന്നുമല്ല. അതായത് അവര് പറയുന്നതാണ് ശരി, അവര് പറയുന്നതിൽ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവര് പറഞ്ഞില്ല. അങ്ങനെയല്ല, ഈ ഹ്യൂമൻ ബേസ് നോക്കണം. മെന്നായാലും മെൻ വുമൺ എന്നുള്ളത് വിട്ടിട്ട് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ളത് നോക്കണം. ഹ്യൂമൻ ബീങ് ആകുമ്പോൾ അവർ ഈ സ്ത്രീകൾക്കുള്ള സെയിം ഇഷ്യൂസ് തന്നെയാണ് മെൻസിനുള്ളത്, മെൻസിനുള്ള സെയിം ഇഷ്യൂസ് തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഈ സെൽഫ് ഇൻഡിപെൻഡൻസ്, അതിൽ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ മെൻസിന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ കരിയറും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരാൾക്ക് ആവശ്യമാണ്. ഒരു ഫാമിലി മുന്നോട്ട് നിൽക്കുന്ന ഫാമിലീസ് ഉണ്ട്. ആ ഒരു സമയത്ത് ഒരു ഈഗോ ജെലസി ബിൽഡപ്പ് ചെയ്യാതെ അത് അംഗീകരിക്കുക. ഒരു മാച്ചിങ് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാതെ അതിന്റെ മേലെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വീടുകളുണ്ട്. അങ്ങനെ ഒരു തോട്ട് പോയി അതേ തോട്ട് സ്ത്രീകളിലും വരുന്നുണ്ട്. എനിക്ക് മര്യാദ കാശ് ഉണ്ടാക്കണ്ട, അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാം, ഇയാളുടെ ആവശ്യമില്ല, അങ്ങനത്തെ തോട്ട് വരുന്ന സ്ത്രീകളും ഉണ്ട്. അതിന് കുറച്ചുകൂടി ഉപ്പും മുളക് തിരുമ്മി കൊടുക്കാനായിട്ട് സൊസൈറ്റി വേറെ ഉണ്ട്. അതെ, എവിടെയെങ്കിലും എന്തെങ്കിലും കത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ ഇടുക, അങ്ങനെ എന്തോ പറയില്ലേ, എണ്ണ ഒഴിക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റത്തുള്ളൂ. ശരിക്കും എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൗഡർ ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ വെറുതെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ബഹളം വെച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുക. അതിപ്പോ കുറെ ന്യൂസ് ചാനലിൽ കുറെ ചർച്ചയെന്ന് പറഞ്ഞു വന്ന് ചർച്ച ചെയ്യുന്ന ഇതൊരു തുടങ്ങണതും അതായത് വെറുതെ അങ്ങോട്ട് കുറെ ഓളിയിട്ട് ബഹളം വെച്ച് കുറെ അവിടെ പഴിചാരി ഇവിടെ പഴി. ഈ പഴി ചാരുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയാണ്. അതൊരു പ്രോബ്ലം സോൾവിങ് സെറ്റപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പഴിചാരി തല്ലുകൂടിയിട്ട് കാര്യം. ബെറ്റർ കോൺവെർസേഷൻസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഈ ആർഗ്യുമെന്റ്സിനെ ഒഴിവാക്കിയിട്ട് കോൺവെർസേഷൻസിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അതായത് ഇമോഷൻസിന് ഫോക്കസ് കൊടുക്കണം. ആർഗ്യുമെന്റ്സിൽ നമ്മൾ ഇമോഷൻ നോക്കണം. രണ്ടുപേരും ഹെൽത്ത് മെന്റൽ ഹെൽത്ത് നോക്കണം. രണ്ടുപേരുടെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കണം. അതാണ്. അതുപോലെ ലോസും കാര്യങ്ങളും ന്യൂട്രൽ ആക്കുക. അതെ, ഒരാൾക്ക് മാത്രം. ഇപ്പോ ഇന്ത്യയിലുള്ള എല്ലാ ലോസും സ്ത്രീകൾക്ക്
ഭയങ്കരമായിട്ട് പുഷ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്കാണ് എപ്പോഴും ഒരു മുൻതൂക്കം കൂടുതൽ. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ആണായാലും പെണ്ണായാലും മനുഷ്യന്മാരാണ്, ആ ഒരു ഇതിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ ആണ് പെണ്ണുള്ളതിന് മനുഷ്യരാണ്, ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറും. കുറെ പ്രശ്നങ്ങൾ അതിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മളെ തന്നെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഇത് സംസാരിച്ചു കഴിയുമ്പോൾ ആരും മാറും എന്നല്ല പറയുന്നത്, കുറച്ചു പേർക്കെങ്കിലും ഇതൊരു യുദ്ധാക്കാണ്ട് ഒരു റിപ്പയർ വർക്ക് പോലെ ചെയ്തെടുത്ത് നമുക്ക് ഇന്ന് തുടങ്ങിയാലാണ് നമുക്ക് അത് എന്താ പറയാ വരുന്ന സമയം കൊണ്ട് അതൊക്കെ ചേഞ്ച് ആയി, അല്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ അത് വ്യത്യാസമായിട്ട് വരുള്ളൂ. അടുത്ത ജനറേഷനിലേക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ജെൻഡർ ഇക്വാലിറ്റി എന്നല്ല, ഹ്യൂമൺ ആണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹ്യൂമൻസിനുള്ള ഇക്വാലിറ്റിയാണ് നോക്കണ്ടേ. അത് അൺഫെയർ ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ വേണം നോക്കാൻ. കുറെ നമുക്ക് അൺഫെയർ ആയിട്ടുള്ള കുറെ ലോ ഉണ്ട് നമ്മളിതിൽ, അത് മാറ്റാനായിട്ട് ഹ്യൂമൻസ് ശ്രമിക്കുക. അല്ലാതെ ഒരു മെൻ വേഴ്സസ് വുമൺ അല്ലെങ്കിൽ വുമൺ വേഴ്സസ് മെൻ അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല അതിൽ. അതിൽ ലോസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു ഫാമിലി ഡെവലപ്പ് ആവുന്നത് അവർ രണ്ടിനും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഡെവലപ്പ് ആവുള്ളൂ. അല്ലാതെ അതിന്റെ ഇടയിൽ തന്നെ ഈ വർത്തമാനം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മോശമായി പോകും. ഇപ്പൊ ഈ ന്യൂസൊക്കെ കണ്ട് തന്നെ ഇപ്പോഴത്തെ പിള്ളേരും വളരുന്നത്. അവരിലും ഉണ്ട് റേസസ് ഉണ്ട്, അവരിൽ ഇക്വാലിറ്റി അവര് തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ റേസസും കുറച്ച് കൂടുതലുണ്ട്. ഇത് കാണുന്നതുകൊണ്ട്, ഇതൊക്കെ കണ്ട് വളർന്നുകൊണ്ടാണെന്നു അവര് തന്നെ അവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിൽ വെച്ചിട്ട് അവർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ റേസിസം പറയുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ട വീട്ടിൽ നിന്ന് തന്നെയാ മാറ്റേണ്ടത്. ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് എന്താണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ്, പിന്നെ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് കുട്ടികൾ അത് കേട്ടിട്ടാണ് വളരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് അതാണ് ഫ്യൂച്ചർ ജനറേഷൻസ് ത്രൂ അത് പാസ് ഓൺ ചെയ്ത് അങ്ങനെ പോവാം. അതായത് ഇപ്പൊ ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസ് എന്ന് പറയുന്നത് മെന്നിന് ഇമോഷൻസ് ഉണ്ട്, അത് എന്താ പുറത്തേക്ക് പറയിപ്പിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മെന്നിന്റെ ഇമോഷൻസ് അവർ പറയില്ല, അവർ സ്ട്രഗിൾ ചെയ്യുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ യുദ്ധം ചെയ്ത് ഒരു ജെൻഡർ വിജയിച്ചു, അത് ശരിക്കൊരു വിന്നല്ല, അതൊരു ഇൻജസ്റ്റിസ് ആണ്. അത് രണ്ട് ജെൻഡേഴ്സിനും ഈക്വാലിറ്റി എന്ന് പറയുന്നത് രണ്ടുപേരും ഒരേ തട്ടിൽ ഇങ്ങനെ നിൽക്കുക എന്ന സംഭവമാണ്. ഇപ്പൊ കുറെ യുദ്ധം വെട്ടി കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഇന്ന ജെൻഡർ ജയിച്ചു അല്ലെങ്കിൽ ഇന്ന ജെൻഡർ തോറ്റു, അത് ശരിക്കൊരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ്. അപ്പൊ അതിന് കാര്യങ്ങളിലേക്ക് ആവാതെ എപ്പോഴും ഒരു കോൺവെർസേഷൻ പക്ക കോൺവെർസേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും വരത്തില്ലെന്നാണ് എനിക്കൊരു അഭിപ്രായം. തന്നെയാണ് എന്റെ അഭിപ്രായം അത് തന്നെ. കാരണം സംസാരിച്ച് തീരാവുന്ന പ്രശ്നം നമ്മള് ഈ സൈഡ്സ് ചൂസ് ചെയ്യാതെ നമ്മള് ഒരു ബെറ്റർ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ വർക്ക് ഓൺ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ബെറ്റർ ആയിരിക്കും. ഒരു സൊസൈറ്റി മാറ്റാൻ നമുക്ക് വിചാരിച്ചാൽ മാറ്റാവുന്ന സൊസൈറ്റി ഉള്ളൂ. ഇപ്പൊ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നമ്മളടക്കം നമ്മുടെ ചുറ്റുമുള്ള നമ്മള് ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു കാര്യം പറയാണ്, നമ്മൾ രണ്ടുപേരും മാറിയുന്നത് അതല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും ശരിയാണല്ലോ, അങ്ങനെയും കൂടി ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ സൈഡ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് മാറേണ്ട സമയം ഡിസ്കഷനിലേക്ക് വരിക, ആർഗ്യുമെന്റ്സിലേക്ക് പോകാതെ ആർഗ്യുമെന്റ്സിലേക്ക് പോകുമ്പോഴാണ് അത് കൂടുതലും ബുദ്ധിമുട്ടുകളാക്കുന്നത്. ചുമ്മാ ഒച്ച ഉണ്ടാക്കി ബഹളം ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ മെന്റൽ ഹെൽത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ കൊടുക്കാനും പറ്റുന്ന കോൺവെർസേഷൻസ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ആവും, അത് വർക്കും ചെയ്യും, വർക്കൗട്ട് ആവും ചെയ്യും. അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഇപ്പോഴത്തെ സൊസൈറ്റി നോക്കേണ്ടതും സൊസൈറ്റി ചെയ്യേണ്ടതും അതാണ്. ഇപ്പോഴത്തെ ലോയും ചെയ്യേണ്ടത് അതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കൗൺസിലിംഗ് വിടുക അതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ ഒരു ദാമ്പത്യ ബന്ധത്തിൽ കൗൺസിലിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോകും. ചില ചുമ്മാ അതൊന്നും വേണ്ട അങ്ങ് പൊക്കോ എന്ന് പറയുന്നത് അതല്ല. അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് ചിലപ്പോൾ അവർ റെഡി ആയി പോയാലോ, റെഡി പോകാൻ പാടില്ല എന്നല്ല ഓപ്ഷൻ. അവിടെയും പ്രഷറൈസിങ് വരുമ്പോഴാണ് പിന്നെ അവിടെയും സൊസൈറ്റിയാണ് പ്രഷറൈസ് ചെയ്യുന്നത്. സൊസൈറ്റി വെറുതെ അതിൽ പ്രഷറൈസ് കൊടുക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റാണ്. ഈ സൊസൈറ്റി തന്നെയാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കിയത്. ഈ അതേ സൊസൈറ്റിയാണ് ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി വേണം. നമുക്ക് ആർക്കും ഒരാൾക്കും ഒരു ഇൻജസ്റ്റിസ് ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഈക്വാലിറ്റി വേണം. പക്ഷെ അതൊരു ടൂളാക്കി എടുക്കരുതെന്നാണ് പറയുന്നത്. ടൂളാക്കരുത് അതന്നെ പറഞ്ഞേ. ഈ സൊസൈറ്റി തന്നെയാണ് ഇതിന് വേണം എന്ന് പറയുന്നത്. ഈ സൊസൈറ്റി തന്നെയാണ് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടാക്കിയത്. ഇവരെ ഇത് മാറ്റി പിടിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഇപ്പൊ 2023 ഇപ്പോഴും ഈ ജെൻഡർ ഇക്വാലിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്
വെറുതെ അതിന്റെ മേലെ പിടിച്ച് ബിൽഡ് ചെയ്ത് അത് ചുമ്മാ ഒഴിവാക്കി നമ്മള് സംസാരിച്ചിരിക്കാന്ന് മാത്രം. ഒരു പീസ്ഫുൾ എൻവയോൺമെന്റിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു അജണ്ട. അതൊരു നമ്മളൊരു അജണ്ട ആക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ. ഞങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിന് മേലെ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് എല്ലാവരും ഷെയർ ചെയ്തത്. എവിടെ എത്തില്ല, ഇതിങ്ങനെ പോയി ഞങ്ങളുടെ ചെറിയ നോളജ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ ചുറ്റും കണ്ടുവരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമ്മളതൊക്കെ നോട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പരമാവധി എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ കമന്റ്സ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ല, അതാവുമ്പോ ഞങ്ങള് മാത്രല്ല, ബാക്കി വീഡിയോ കാണുന്ന ആൾക്കാർക്കും അതിൽ വേറെ വേറെ പെർസ്പെക്ടീവ്സ് കിട്ടും. ഇതിലിപ്പോ ഞങ്ങൾക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടാവും. ഞങ്ങളിപ്പോ കുറെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ പറഞ്ഞത് എല്ലാം കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോ ഞങ്ങൾ ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒഫൻഡഡ് ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ ഒഫൻഡഡ് ആക്കുക എന്നുള്ളൊരു സംഭവത്തിലൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം, ഞങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞോണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും പറയാം. അപ്പൊ നമുക്ക് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു തരിക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമന്റൊക്കെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. അപ്പൊ അങ്ങനെ സൈൻ അപ്പ് പറയില്ല.